തരാട്ടുകാരൻ്റെ സ്ഥലമാണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ മരിച്ച ചേച്ചിയുടെ വീടിൻ്റെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം കടുവ കണ്ടതും ഇപ്പോൾ ഇന്ന് കടുവനെ കണ്ടതും എല്ലാം ഈ 1 കിലോമീറ്റർ ഡിസ്റ്റൻസാണ്. ഇതൊരു മലയാണ്, ഈ മലയ്ക്ക് ചുറ്റുമാണ് വരുന്നത് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിനോട് ചുറ്റിപ്പറ്റിയുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ കടുവ ഇന്നലെ ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പാരിസൺ എസ്റ്റേറ്റിൻ്റെ ഭൂമിയാണ്, തേയിലത്തോട്ടം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ തരിവപ്പുല്ലും ഇതൊക്കെ ഉള്ള ആ പ്രദേശത്ത് ഇന്നലെ കടുവ കൂട്ടിയിട്ടുണ്ട്. അത് തേടിയിട്ട് ഇപ്പം നേരത്തെ സംഘങ്ങൾ പോയപ്പോഴാണ് അവർ ദൃഷ്ടിപ്പെട്ടപ്പോഴാണ് കടുവ എന്താണ് നിൽക്കുന്ന പ്രദേശത്തുനിന്ന് ഒരുപാട് ദൂരം ഉണ്ടോ അങ്ങോട്ട്? ഇല്ല, ഇവിടെ ഈ പരിധി തന്നെയാ. 300 മീറ്ററിന്റെ. ഇപ്പൊ ഈ മല നമ്മൾ തിരിയുന്നില്ലേ, ഇത് നേരെ തിരിയുന്നത് നമ്മൾ രാവിലെ നിന്നില്ലേ പ്രിയദർശിനി എസ്റ്റേറ്റ്, അതിന്റെ ഇതിലേക്കാണ് പോയി ചാടുന്നത്. വ്യക്തതയില്ല. ഞങ്ങളെ അടുത്തേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ നിർത്തുന്ന അതേ അവസ്ഥയിൽ ഞങ്ങളുള്ളത്. ഇവിടെ തന്നെയാണ് അവർ വണ്ടി ഭയങ്കര ഒരു ഡേഞ്ചറായ സിറ്റുവേഷൻ ആണ് അവിടെ. ഇപ്പൊ അവർ റിപ്പോർട്ട് കിട്ടിയ അനുസരിച്ച് എന്റെ സിറ്റുവേഷൻ ആണ്. അവരെ ഹോസ്പിറ്റലിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തിന്റെ പഞ്ചാരക്കൊല്ലി 1 കിലോമീറ്റർ സാഹചര്യം എന്ന് പറയുന്നത് അത് കുറച്ച് ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത്. ജനങ്ങൾക്കും അങ്ങോട്ടേക്ക് പോകാൻ പരിമിതികളുണ്ട്, അവരെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആളുകൾ ആകെ പരിഭ്രാന്തിയിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് സംഭവിച്ചതെന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ലാത്തതാണ് ഈ പരിഭ്രാന്തിക്ക് കാരണമെന്ന് പറയുന്നതും. അതേസമയം ഉദ്യോഗസ്ഥനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നീക്കുപോക്കുകളും നടക്കുകയാണ്.